ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ആയുർവേദത്തിൽ സഹസ്രയോഗത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു മരുന്നിനെ കുറിച്ചാണ്. നമുക്കറിയാം, ഇപ്പോൾ ധാരാളം രോഗികൾ പൈൽസ് എന്ന രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. ഈ രോഗം ഉണ്ടാകുന്നത് നമ്മുടെ മലദ്വാരത്തിലെ രക്തക്കുഴലുകളിൽ ഉണ്ടാകുന്ന വീക്കം കൊണ്ടാണ്. ഇത് തന്നെ ഇൻറ്റേർണൽ പൈൽസും ഉണ്ട്, എക്സ്റ്റേണൽ പൈൽസും ഉണ്ട്. ഇൻറ്റേർണൽ നമുക്ക് പുറമേ കാണാൻ പറ്റാത്തതും അതുപോലെ വേദനയില്ലാത്തതും എന്നാൽ മലം പോകുമ്പോൾ ബ്ലീഡിങ് കാണപ്പെടുന്നതുമായിട്ടുള്ള പൈൽസാണ് ഇൻറ്റേർണൽ ഹെമറോയിഡ്സ് അല്ലെങ്കിൽ ഇൻറ്റേർണൽ പൈൽസ് എന്നറിയപ്പെടുന്നത്. എക്സ്റ്റേണൽ ആവട്ടെ ചെറിയ തടിപ്പ് പോലെ വെളിയിൽ കാണുന്നതും ഇരിക്കാനുള്ള ബുദ്ധിമുട്ട് പോലുള്ള അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുന്നതും അതുപോലെ തന്നെ ചെറിയ ഫ്ലൂയിഡ് പോലുള്ള ചെറിയ പസ് പോലുള്ള ലീക്കിങ് ഉണ്ടാകുക, ഇതെല്ലാം എക്സ്റ്റേണൽ പൈൽസിൻ്റെ സിംറ്റംസാണ്. ഇതിൽ തന്നെ പലരും മറ്റ് ചില വേറെ രോഗങ്ങൾ കാരണം പൈൽസാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. ഉദാഹരണത്തിന് ഫിസ്റ്റുല പോലുള്ള രോഗങ്ങൾ, പിന്നെ ഈ ആനോറക്ടൽ ക്യാൻസർ പോലുള്ള രോഗാവസ്ഥ. അപ്പം വ്യക്തമായിട്ട് നമ്മുടെ അസുഖം പൈൽസാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വൈദ്യൻ നമ്മളോട് ടെസ്റ്റ് ചെയ്തതിന് ശേഷം പറയുന്ന ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഞാൻ ഈ പറയുന്ന ലേഹ്യം കഴിക്കാവുന്നതാണ്. അതും ഒരു നേരിട്ടൊരു വൈദ്യൻ്റെ നിർദ്ദേശപ്രകാരം കഴിക്കാവുന്നതാണ്. ശാസ്ത്രയോഗത്തിൽ പറയുന്ന ഈ ശ്ലോകം വിളങ്ക സാര മമലക അഭയാനാം പലം പലം ത്രീനി പലാനി കുംഭാത്ത് എന്ന് തുടങ്ങുന്ന ഈ ശ്ലോകത്തിൽ പറയുന്നത് വിളങ്ക എന്ന് പറയുന്നത് വിഴാലിരി, അതുപോലെ അമലക എന്ന് പറയുന്നത് നെല്ലിക്ക, അഭയ എന്ന് പറയുന്നത് കടുക്ക, പിന്നെ ത്രീണി എന്ന് പറയുന്നത് ത്രികോൾപ്പക്കൊന്ന. ഇങ്ങനെ 4 ഔഷധങ്ങൾ ചേർന്ന ഒരു മരുന്നാണ് ഞാനീ പറയുന്നത്. അതിൽ തന്നെ ശർക്കരയും വരുന്നുണ്ട്. നമുക്ക് ലേഹ്യം ഉണ്ടാക്കണമെങ്കിൽ ശർക്കര ആവശ്യമുണ്ടല്ലോ. അപ്പം ഈ മരുന്ന് 2 രീതിയിൽ ഉണ്ടാക്കി വരുന്നുണ്ട്. ഒന്ന് ലേഹ്യ രൂപേണ നമ്മൾ ഈ ശർക്കര പാവ് പോലെ കാച്ചിയെടുത്ത് ജലാംശം വറ്റിച്ച് വരുമ്പോൾ ഈ പറഞ്ഞ 4 മരുന്നുകളുടെ ചൂർണമാക്കി ഇതിലിട്ട് ലേഹ്യ രൂപത്തിൽ എടുക്കുന്നതും, മറ്റൊന്ന് ഈ പറഞ്ഞ 4 മരുന്നുകൾ തന്നെ ചൂർണ്ണ രൂപത്തിലാക്കി ഈ ശർക്കര അരിഞ്ഞിട്ട് ഉരലിലിട്ട് ചതച്ചെടുക്കുന്ന രീതി. ഇങ്ങനെ 2 രീതിയാണ് പറയുന്നത്. ഇതിൽ ഒന്നുകൂടെ എഫക്റ്റീവായിട്ട് വരുന്നത് ലേഹ്യ രൂപത്തിൽ ഈ ഔഷധം കഴിക്കുന്നതാണ്. അപ്പോൾ ഈ ഔഷധത്തിന് ധാരാളം ഗുണങ്ങളുണ്ട്. ഇതിൻ്റെ അളവൂടെ ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കണമെന്നില്ല, കാരണം ഇതെല്ലാം മിക്ക മെഡിക്കൽ സ്റ്റോറുകളിലും ആയുർവേദ മെഡിക്കൽ സ്റ്റോറുകളിലും കിട്ടുന്ന ഒരു ഔഷധമാണ്. ഇതിനകത്ത് വിഴാലരി 60 ഗ്രാമും കടുക്ക 60 ഗ്രാമും നെല്ലിക്ക 60 ഗ്രാമും അതുപോലെ ത്രികോൾപ്പക്കൊന്ന 180 വീതമാണ് എടുക്കേണ്ടത്. പിന്നെ ശർക്കര 720 ഗ്രാം വീതം ആണ് എടുക്കേണ്ടത്. ഇതിനകത്ത് വിഴാലരിയും ത്രികോൾപ്പക്കൊന്നയും കൃത്യ രീതിയിൽ തന്നെ എടുക്കണം, കാരണം ഇത് തീക്ഷ്ണ ഉഷ്ണ വീര്യം കൂടുതലായതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാകാൻ ഇടയുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ മരുന്ന് വളരെ ഫലസിദ്ധിയുള്ള ഒരു ഔഷധമാണിത്. ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് 10 ഗ്രാം വരെ, ഒരു 20 വയസ്സ് തൊട്ട് മുകളിലുള്ളവർക്ക് ഒരു 10 ഗ്രാം വീതം ഒരു നേരം വെറും വയറ്റിൽ കഴിച്ചതിന് ശേഷം ഇളം ചൂടുവെള്ളം കുടിക്കുക. അതുപോലെ തന്നെ ഈ പൈൽസ് മാത്രമല്ല, ഈ ഒരു ഔഷധം കൊണ്ട് നമുക്ക് ഈ പ്രമേഹം, ഈ ശർക്കര ചേരുന്നുണ്ടെങ്കിൽ തന്നെ ഇതിൻ്റെ ആ തീക്ഷ്ണ ഗുണമുള്ളത് കൊണ്ടും ശോധനമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ ഇത് പ്രമേഹം പോലുള്ള രോഗങ്ങൾ കുറയ്ക്കാനും, അതുപോലെ ഈ ശ്വാസം, അതായത് വിമ്മിഷ്ടം, ഈ കാസം, ചുമ പോലുള്ള രോഗങ്ങൾ, പിന്നെ മല അയഞ്ഞു പോകാനുള്ള സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ വിരേചന പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ ഈ ലേഹ്യം കഴിക്കുന്നത് വഴി നമ്മുടെ മല അയഞ്ഞു പോവുകയും അതുവഴി ഈ നിലവിൽ പൈൽസ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ഈ മലം ടൈറ്റായിട്ട് പോകുമ്പോൾ ആ മലദ്വാരത്തിന് ചുറ്റുമുള്ള ആ സമ്മർദ്ദം, ഈ ലേഹ്യം കഴിക്കുന്നതിലൂടെ മല അയഞ്ഞു പോകുമ്പോൾ ആ സമ്മർദ്ദം കുറയാനും, ആ പൈൽസിൻ്റെ ആ വീക്കം, പിന്നെ അതുപോലെ തന്നെ ഇതിൽ രൂക്ഷ ഗുണമുള്ള മെഡിസിൻ ചേരുന്നത് കൊണ്ട് തന്നെ ഒരു രൂക്ഷ പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് ആ പൈൽസിൻ്റെ വീക്കം ചുരുങ്ങാനും ഈ ലേഹ്യം സഹായിക്കും. പൈൽസ് രോഗത്തിന് മാത്രമല്ല, മഹോദരം, ഗുൽമം, കൃമി, കാസം, ശ്വാസം, അർഷസ്, പ്രമേഹം പോലുള്ള രോഗങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഈ ഔഷധത്തിന് പിന്നിൽ ഒരു കഥ കൂടിയുണ്ട്. ഞാൻ ഈ മുൻപ് പറഞ്ഞ ഈ അസുഖം കൊണ്ട് ഒരു സന്യാസി മരിക്കാൻ തുനിഞ്ഞപ്പോൾ മാണിഭദ്രൻ എന്ന പേരുള്ള ഒരു യക്ഷൻ ഈ ഔഷധ കൂട്ട് പറഞ്ഞു കൊടുക്കുകയും
അത് ഉണ്ടാക്കി കഴിക്കുന്നത് വഴി ഈ സന്യാസിയുടെ ഈ രോഗങ്ങളെല്ലാം മാറുകയും ചെയ്തതുകൊണ്ട് തന്നെ ഈ ഔഷധത്തിന് മാണീഭദ്രകുളം എന്നാണ് പേരുള്ളത്. ഈ പൈൽസ് രോഗം ഈ മുൻപ് പറഞ്ഞ ആ അസുഖങ്ങൾ കൂടാതെ തന്നെ നമ്മുടെ ഈ ദഹന വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന നമ്മുടെ ആമാശയം, ചെറുകുടൽ, വൻകുടൽ ഈ ഭാഗങ്ങളെല്ലാം ശുദ്ധീകരിക്കാനും ഉള്ള ഒരു കഴിവുള്ള ഒരു ഔഷധമാണിത്. ഞാനീ പറഞ്ഞ പോലെ രൂക്ഷ വിരേചനമായിട്ടുള്ള ഔഷധമായതുകൊണ്ട് തന്നെ ആ ഭാഗത്തുള്ള സർവ്വ മാലിന്യങ്ങളെ ഇത് കളയാനും അതുപോലെ ഈ പൈൽസ് പോലുള്ള രോഗങ്ങളിൽ നിന്ന് മുക്തി കിട്ടാനും സഹായിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.